നമസ്കാരം. ഒരു ഇന്ത്യൻ പാസ്പോർട്ട് നിങ്ങളുടെ കൈവശമുണ്ടെന്ന് കരുതി നിങ്ങൾ ഒരു ഇന്ത്യക്കാരനാകണമെന്നുണ്ടോ? എന്നാൽ ഇല്ല എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില അത്ഭുതമോ അല്ലെങ്കിൽ സംശയമോ ഒക്കെ തോന്നാം. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ട്, അതുമല്ലെങ്കിൽ വോട്ടർ ID ഉണ്ട്, അതുമല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ നമ്മൾക്ക് കയ്യിലൊരു പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്ത്യക്കാരനല്ലെങ്കിൽ പിന്നെ ആരാണ് എന്ന് നമുക്ക് ആർക്കാണെങ്കിലും തോന്നിപ്പോകും. നമ്മൾ എവിടെയെങ്കിലും ഒരു പൗരത്വം കാണിക്കേണ്ടി വന്നാൽ ഓടിച്ചെന്ന് ഈ കാർഡുകളൊക്കെയാണ് നമ്മളെടുത്ത് കാണിക്കാറുമുള്ളത്. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ ഇതൊന്നും ഒരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള 100% രേഖകളല്ല എന്നുള്ളതാണ്. നമ്മളുടെ നാട്ടിലുള്ളവർക്കിടയിൽ ഇതിനെക്കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ കാർഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് നമ്മൾ അങ്ങ് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് പലരും ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ ചിന്തകളെ മാറ്റുന്ന ചില നിയമങ്ങളും കോടതി വിധികളും നമ്മളുടെ നാട്ടിലുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആധാർ കാർഡിന്റെ കാര്യം ഒന്നെടുക്കാം. നമ്മൾ എന്തിനും ഏതിനും ആധാർ കാർഡാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആധാർ കാർഡിലെ ഏറ്റവും താഴെ എഴുതിയിരിക്കുന്ന വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ വിലാസവും തിരിച്ചറിയലും തെളിയിക്കാൻ മാത്രമുള്ള രേഖയാണ്, അല്ലാതെ പൗരത്വം തെളിയിക്കാനുള്ള രേഖ അല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? കാരണം വിദേശത്ത് നിന്ന് നമ്മളുടെ നാട്ടിലേക്ക് വന്ന് 6 മാസമോ അതിൽ കൂടുതലോ താമസിക്കുന്ന ഏതൊരു വിദേശ പൗരനും ഇവിടെ ആധാർ കാർഡിന് അപേക്ഷിക്കാം. അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ആധാർ കാർഡ് ഉള്ള ഒരാൾ ഇന്ത്യക്കാരനാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അടുത്തത് നമ്മളുടെ പാസ്പോർട്ടിന്റെ കാര്യത്തിൽ നമ്മളുടെ കോടതികൾ തന്നെ വളരെ വ്യക്തമായ വിധികളിൽ പറഞ്ഞിട്ടുണ്ട്, പാസ്പോർട്ട് എന്നത് വെറും ഒരു യാത്രാരേഖ മാത്രമാണ്. അതായത് നമ്മളുടെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി സർക്കാർ തരുന്ന ഒരു അനുമതി പത്രം അല്ലെങ്കിൽ ഒരു ബുക്ക്, അത്ര മാത്രമേ അതിന് നിയമപരമായി വിലയുള്ളൂ. പൗരത്വത്തിന്റെ അന്തിമ തെളിവായി കാണാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, വോട്ട് ചെയ്യാൻ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ലേ പറ്റൂ, അപ്പോൾ ഇലക്ഷൻ ID പൗരത്വത്തിന്റെ തെളിവല്ലേ എന്ന്. വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് വോട്ടർ ID കൃത്യമായി എടുക്കുകയും വേണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ്. പക്ഷെ കോടതികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും വീഴ്ചകളോ അബദ്ധങ്ങളോ സംഭവിച്ചാൽ പൗരത്വമില്ലാത്തവരും അതിൽ കടന്നുകൂടാൻ ചെറിയൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗരത്വം സംബന്ധിച്ച വലിയൊരു നിയമപ്രശ്നം വന്നാൽ വോട്ടർ ID മാത്രം കാണിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. നമ്മളുടെ നാട്ടിൽ വോട്ടർ IDയും ആധാർ കാർഡും ഒക്കെ ഉണ്ടായിട്ടും പൗരത്വം തെളിയിക്കാൻ പറ്റാതെ പോയ അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടാതെ പോയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആവശ്യത്തിന് രേഖകളില്ലെന്നും പറഞ്ഞ് പലരുടെയും പാസ്പോർട്ടും അപേക്ഷകളും പാതി വഴിയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. വോട്ടർ ID കയ്യിലുണ്ടായിട്ടും പോലീസ് വെരിഫിക്കേഷൻ സമയത്ത് ജനിച്ച വർഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പഴയ രേഖകളെക്കുറിച്ചോ കൃത്യമായ തെളിവ് ഹാജരാക്കാൻ പറ്റാത്തതിൽ പാസ്പോർട്ട് ഓഫീസ് അപേക്ഷകൾ മാറ്റിവെക്കും. ഇതൊരു സാധാരണക്കാരന്റെ മാത്രം പ്രശ്നമല്ല. അടുത്തിടെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് വളരെയധികം ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആവശ്യമായ അടിസ്ഥാന രേഖകളുടെ കുറവ് കാരണം പാസ്പോർട്ട് പുതുക്കാൻ കഴിയാതെ വരികയും ഉള്ള പാസ്പോർട്ട് തന്നെ അധികൃതർ തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ ജനനരേഖകളോ മാതാപിതാക്കളുടെ പൗരത്വം തെളിയിക്കുന്ന പേപ്പറുകളോ ഇല്ലെങ്കിൽ നിയമം ഒരു ഇളവും നൽകില്ല എന്നതിൻ്റെ തെളിവുകളാണിത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരനാകുന്നത്? 1955 പൗരത്വ നിയമപ്രകാരം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം നമ്മളുടെ ജനനമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനന സർട്ടിഫിക്കറ്റ് അഥവാ ബർത്ത് സർട്ടിഫിക്കറ്റ് ഏറ്റവും നിർണായക രേഖയായി മാറുന്നത്. 1987 ജൂലൈ 1 മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതിയാവും. പക്ഷെ നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നം എന്താണെന്ന് ആലോചിച്ച് നോക്കേണ്ടേ? നമ്മുടെ നാട്ടിലുള്ള മിക്ക 30 വയസ്സിനും 40 വയസ്സിനും മുകളിലുള്ള പലർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പഴയ ആൾക്കാർക്കൊക്കെ ആശുപത്രികളിൽ പ്രസവം നടക്കാതെ വീടുകളിൽ പ്രസവിച്ചവരുടെയൊക്കെ മിക്കവരുടെയും ജനനം പഞ്ചായത്തിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇന്ന് ഇങ്ങനെയുള്ളവർ വളരെയധികം പ്രതിസന്ധിയിലാണ്. പുതിയൊരു പാസ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെരിഫിക്കേഷൻ വരുമ്പോഴോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലോ പൗരത്വം തെളിയിക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ അവർക്ക് പണ്ടുള്ള ഭൂമിയുടെ ആധാരങ്ങളോ ഒക്കെ തെളിവായി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ അത് നിയമപരമായ വഴിയിലൂടെ എത്രയും വേഗം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ വിദേശത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെ പ്രവാസികളുടെ കാര്യത്തിലേക്ക് വരാം. ബിസിനസ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾക്കോ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ പൗരത്വവും പാസ്പോർട്ടും സ്വീകരിക്കാറുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ഭരണഘടനയിലെ 9ാം വകുപ്പ് കൃത്യമായി വരുന്നത്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ വിദേശത്ത് പാസ്പോർട്ട് കൈപ്പറ്റുന്ന ആ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം നിയമപരമായി തനിയെ ഇല്ലാതാവും. പലരും വിചാരിക്കുന്നത് വിദേശത്ത് പൗരത്വം എടുത്താലും നാട്ടിലെ പാസ്പോർട്ട് ആരും അറിയില്ലല്ലോ എന്ന് കരുതി ഒളിപ്പിച്ചു വെക്കാം. എന്നാൽ ഈ ഇത് പിന്നീട് പിടിക്കപ്പെട്ടാൽ വലിയൊരു തുക പിഴയായിട്ട് നൽകേണ്ടി വരും. ഇങ്ങനെയുള്ളവർക്ക് നാട്ടിൽ വരാനും ജീവിക്കാനും വേണ്ടിയാണ് സർക്കാർ OCI ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് നൽകുന്നത്. വിദേശ പൗരത്വം എടുത്ത ഉടൻ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് അധികാരികൾക്ക് മുന്നിൽ സറണ്ടർ ചെയ്ത് ഈ OCI കാർഡ് കൈപ്പറ്റുകയാണ് നിയമപരമായി ചെയ്യേണ്ടത്. ഇനി ചിലരുടെ കാര്യമുണ്ട്. വർഷങ്ങളോളം വിദേശത്ത് ജീവിച്ച് അവിടുത്തെ പൗരത്വമൊക്കെ എടുത്ത് പക്ഷെ പ്രായമാവുമ്പോൾ അല്ലെങ്കിൽ ഒരു കാലത്ത് എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് തന്നെ സ്ഥിരമായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വീണ്ടും ഇന്ത്യൻ പൗരനാകാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. അതിന് നമ്മളുടെ നിയമത്തിൽ വഴിയുണ്ട്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് തങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന വിദേശ രാജ്യത്തെ പൗരത്വവും പാസ്പോർട്ടും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്ന് പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് തൊട്ടുമുമ്പ് തുടർച്ചയായ 1 വർഷം 12 മാസം ഇന്ത്യയിൽ തന്നെ താമസിച്ചിരിക്കണം. അതോടെ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ആകെ 5 വർഷമെങ്കിലും ഇന്ത്യയിൽ ജീവിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇന്ത്യൻ പൗരത്വത്തിനായി നിയമപരമായി അപേക്ഷിക്കാം. സർക്കാർ ഇത് പരിശോധിച്ച് നിങ്ങൾക്ക് വീണ്ടും ഇന്ത്യൻ പൗരത്വം തിരികെ നൽകുകയും ചെയ്യും. ഇതിനിടയിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമുണ്ട്. കുട്ടികളുടെ പൗരത്വം. വിദേശത്ത് ജീവിക്കുന്ന മലയാളി ദമ്പതികൾ അവിടുത്തെ മണ്ണിൽ വെച്ച് കുട്ടികൾ ജനിക്കുമ്പോൾ ആ രാജ്യം ആ കുട്ടികളുടെ ജനനം കൊണ്ട് പൗരത്വവും പാസ്പോർട്ടും നൽകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ആ കുട്ടികൾ ഒരേ സമയം ഇന്ത്യൻ പാസ്പോർട്ടും വിദേശ പാസ്പോർട്ടും കൂടെ കൊണ്ടു നടക്കാൻ നമ്മളുടെ നിയമം അനുവദിക്കുന്നില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ, അതായത് 18 വയസ്സ് തികയുന്നതുവരെ താൽക്കാലികമായി ചില ഇളവുകൾ ഉണ്ടെങ്കിലും 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞ് 6 മാസത്തിനകം ആ കുട്ടി ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരത്വം കൃത്യമായി തിരഞ്ഞെടുക്കണം. ഒന്നെങ്കിൽ ഇന്ത്യൻ പൗരത്വം അല്ലെങ്കിൽ വിദേശ പൗരത്വം. 2 തോണിയിലും ഒരേ സമയം കാൽ വെച്ച് നിൽക്കാൻ നിയമം കുട്ടികളെ അനുവദിക്കുന്നില്ല. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയിലെ യാത്രകളും പഠനവുമൊക്കെ അത് വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പാസ്പോർട്ടോ ആധാർ കാർഡോ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതി നിങ്ങളൊരു ഇന്ത്യൻകാരനാവണമെന്ന് എന്നില്ല. എപ്പോൾ വേണമെങ്കിലും നിയമങ്ങൾ മാറി മറിയാം. അതുകൊണ്ട് നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ജനന സർട്ടിഫിക്കറ്റും വോട്ടർ ഐഡിയും എപ്പോഴും കൃത്യമായ വിവരങ്ങളോടുകൂടി എടുത്തു വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും. Bye.